ഈ റോഡ് എന്ന് പറയുന്നത് മൂലമണിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു 30 വീട്ടുകാർ താമസിക്കുന്ന പ്രദേശം. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ വനത്തിൽ കൂടെ പോകണം. പക്ഷെ അവർക്ക് അപ്പുറത്തൂടെയുള്ള വേറെ വഴികളുണ്ട്. ഞാൻ ഇതെടുത്ത് പറയാൻ കഴിഞ്ഞാൽ വനം വകുപ്പ് തെളിച്ചിട്ടേക്കുന്ന റോഡാണ്. ഇപ്പൊ മൃഗങ്ങൾക്ക് വരാൻ, ആനയ്ക്ക് വരുന്നതിന് വളരെ ഒരു സൗകര്യമാണ്. ഈ ഇഞ്ചപ്പള്ളി ഇറങ്ങുന്ന ആനകൾക്ക് ഇതിലേക്കൂടെ വരാൻ സാധിക്കുന്നുണ്ട്. ഇതിലേക്കൂടെ പോകുന്ന യാത്ര അപകടമാണ് എപ്പോഴും. ഇതിലേക്കൂടെ ഈ ബ്ലാവുകള്, കാട്ടുപോത്ത്, ആന, ഇതിന്റെ എല്ലാ ശല്യമുണ്ട്. ഈ ആനയാണെങ്കിൽ ഇതേക്കൂടെ പോയി അവിടെ ചെന്ന് അവിടെ നല്ല കർഷക താമസമുണ്ട്. അവരുടെ കൃഷികൾ മുഴുവൻ നശിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ കർഷകനെ ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം അവന് മറ്റൊരു കൂലിയാളിക്ക് പോകാനൊക്കുന്നില്ല. അവൻ കൃഷി ചെയ്യുന്ന ആദായങ്ങളൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അവന് മറ്റു വരുമാനങ്ങളുമില്ല. മാത്രമല്ല സർക്കാർ വരെ എല്ലാം ദാരിദ്ര്യക്ക് മുകളിലാക്കിയിട്ടിരിക്കുക. എങ്ങനെ ജനം ജീവിച്ചു പോകണം? അശാസ്ത്രീയമായ രീതിയിൽ കൂടെയാണ്. അപ്പൊ ഇത് ഇവിടുത്തെ ജനങ്ങളെ തകർക്കുന്നതിൽ വനംവകുപ്പിന് വളരെ നല്ലൊരു പങ്കുണ്ട്. അവരുടെ താല്പര്യത്തിന് വേണ്ടി ഇവിടെ ഒരു 23 വീട്ടുകാരെ ഇറക്കി വിട്ട് ഇവിടെ കുറച്ച് റീബിൽഡ് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അന്ന് പോകാതിരിക്കുന്ന ജനങ്ങളോടുള്ള വിരോധം തീർക്കുകയാണ് ഈ വനംവകുപ്പ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കിടങ്ങ് നിർമ്മിക്കുന്ന സമയത്ത് അവര് ഈ ആനയെ അപ്പുറത്താക്കത്തില്ലേ? അപ്പൊ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പുറത്തു മുട്ടിയിട്ട് അവർ ഇറങ്ങി പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ചെന്ന് കൈ കുപ്പിന്നുണ്ട് ഞങ്ങളെയും കൂടെ അങ്ങ് സഹായിക്കണം എന്നുള്ള രീതിയിൽ കൂടെ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്ന് നമ്മൾ വനയാത്രകളാണ്. ആ യാത്രക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതും കൂടി പറയാനാണ്. എൻ്റെ കൂടെ നിൽക്കുന്നത് സനൽകുമാറേട്ടനാണ്. ചാലിയക്കര ചെറുകടവിലെ വികസന സമിതിയുടെ, അതായത് ഇവിടുത്തെ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആനയിറങ്ങലും കാട്ടുപോത്താക്രമണവും ഒക്കെ ധാരാളമുണ്ട്. ചെറുകടവിൽ നിന്നും അച്ചൻകോയിൽ പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പൊ കേരളം മൊത്തവും ആനയുടെ ആക്രമണത്തിലും കാട്ടുപോത്തിന്റെ ആക്രമണത്തിലും ഒക്കെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ 2-3 ദിവസമായിട്ട് പല സ്ഥലത്തും ജനങ്ങളും ഫോറസ്റ്റുകാരുമായുള്ള വിഷയങ്ങളാണ്. വനംവകുപ്പ് മന്ത്രി ഇതൊക്കെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഈ ചാലിയക്കരയിൽ കിടങ്ങ് നിർമ്മിച്ചതായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആനകൾ ഇറങ്ങാതിരിക്കാൻ കിടങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 5-6 കിലോമീറ്റർ വരും അല്ലേ? അപ്പൊ ആ കിടങ്ങിന്റെയൊക്കെ പരുവം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതുകൂടാതെ കിടങ്ങ് നിർമ്മിച്ചതിലെ അപാകത അല്ലെങ്കിൽ അതിന്റെ ഒരു ശരിയല്ലാത്ത രീതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായങ്ങളും വനവും വനവാസികളും ഒക്കെ വേണം. അതുപോലെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. പക്ഷെ അവരുടെ ആക്രമണത്തിൽ നിന്നും ആൾക്കാർ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സനൽകുമാർ, ഞാൻ ഈ വാർഡ് വികസന സമിതിയുടെ പ്രസിഡന്റാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് തെമ്മല പഞ്ചായത്തിന്റെ ചെറുകടവ് വാർഡാണ്. ഇവിടെ പ്രധാനമായി പറയേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെ 2 ചേരിയിലാക്കിയിരിക്കുകയാണ് വനം വകുപ്പ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർ ഈ റീബിൽഡ് എന്നൊരു പദ്ധതി കൊണ്ടുവന്നു. ആ റീബിൽഡ് പദ്ധതി കൊണ്ടുവന്നപ്പോഴേ 3 സെന്റ് ഉള്ളവർക്കും 5 ഏക്കർ ഉള്ളവർക്കും ഒരേപോലെ 15 ലക്ഷം രൂപ എന്നൊരു പദ്ധതി കൊണ്ടുവന്നു. അപ്പൊ ഈ 3 സെന്റുകാരും 4 സെന്റുകാരും അല്ലെ 10 സെന്റ് താഴെയുള്ളവരും ഓണം ബെമ്പർ അടിച്ചതുപോലെ അവരതിന് തയ്യാറായി. അപ്പൊ കൂടുതൽ വസ്തുവുള്ള ആൾക്കാർ പോകാത്ത സാഹചര്യം വന്ന് അവരതിന് പ്രതിഷേധിച്ചപ്പോഴത്തേക്ക് ഈ ജനങ്ങൾ തന്നെ 2 ചേരിയിലായി. അതായത് കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വർഗീയതയുടെ പേരിൽ സായിപ്പ് നമ്മൾ 2ആയിട്ട് തിരിച്ച് എന്ന് പറയുന്നത് ഈ വനം വകുപ്പുകാര് ജനങ്ങളെ 2 ചേരിയിലാക്കി. അപ്പൊ ആ വലിയ വലിയ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലും ഇവിടെ ഒരു കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഫണ്ട് ചേർത്തുകൊണ്ട് നമുക്ക് ഒരു കിടങ്ങ് അനുവദിച്ചിരുന്നു. ഈ കിടങ്ങ് അനുവദിച്ചപ്പോഴേ ആ നിർമ്മാണം തുടങ്ങിയ സമയത്ത് സ്ഥല MLA ഉൾപ്പെടെയുള്ളവർ ഇത് കാണാൻ ഇവിടെ എത്തി. PS സുബാല്, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധര സാർ, ഇവരെല്ലാവരും വന്നു. ഞാൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വർക്ക് കമ്മിറ്റിയിലുള്ളതാണ്, ഞാനും ഉണ്ടായിരുന്ന കൂട്ടത്തിൽ. അപ്പോൾ അന്ന് ഇവിടെ വരുമ്പോഴേ ഈ വലത് സൈഡിലായിട്ട് 2-3 ആനകൾ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ, ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആനകളെ നമ്മൾ കിടങ്ങിന് അപ്പുറത്തേക്ക് മാറ്റണം പറഞ്ഞു. അന്ന് നമ്മുടെ കണ്ണക്കാവൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയൻ സാറ് MLA പറഞ്ഞത് ഞങ്ങൾ ഇതിനെ അങ്ങ് അടിച്ച് അങ്ങ് വലിയറ പച്ചയിലോട്ട് മാറ്റിക്കോളാം, അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ പുറവശത്തുകൂടി അടിച്ചിങ്ങ് മാമ്പഴത്തെ വനങ്ങളിലേക്ക് വിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവര് ആ പറഞ്ഞതെല്ലാം ഒന്നും ചെയ്യാതിരുന്നതിന്റെ പേരിൽ ഈ ചെറുകടവിന്റെ 4-ാം ബ്ലോക്ക് ഭാഗങ്ങൾ മുഴുവൻ ആനയാണ്. 6 മണിക്ക് ശേഷം ഇവർക്ക് ആർക്കും ഉറങ്ങാൻ ഒക്കാത്ത ഒരു സാഹചര്യം. ഇത് പറഞ്ഞാൽ ഇപ്പൊ ഈ മാങ്ങയുടെയും ചക്കയുടെയും സീസൺ ആയതുകൊണ്ട് ഈ ആനകൾ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജനങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ നോക്കില്ല. കാരണം അപ്പുറത്ത് കിടങ്ങായിപ്പോയി, ഇപ്പുറത്ത് ജനവാസ മേഖല. ആന എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവ പോലെ അന്തം വിട്ടേക്കാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരെന്ന് പറയുന്നത് വനംവകുപ്പാണ്. ഈ വനംവകുപ്പിനെ ഇത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് സർക്കാർ അനുവദിച്ച് ഈ കിടങ്ങ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇവരെ പിന്നീട് ജനത്തെ ഇറക്കി വിടാൻ ഒക്കെ റീബിൽഡ് നടപ്പിലാക്കാതെ വരും. അങ്ങനെ വന്നാൽ റീബിൽഡ് പദ്ധതി നടപ്പിലാക്കാതെ ഇരിക്കുമ്പോൾ ഇവർക്ക് ഇവരുടേതായ ആ ലക്ഷ്യം, ഒരു എന്റെ കാഴ്ചപ്പാടില് അവർക്ക് സാമ്പത്തിക ലാഭം, ഈ കമ്മീഷൻ നേടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇവർ ചെയ്തു വെച്ചാണ്. അപ്പൊ ഇത് നല്ല രീതിയിൽ കൂടെ ഈ കിടങ്ങ് നിർമ്മിച്ചു കഴിഞ്ഞാൽ
ആന ഇവിടെ ഇറങ്ങാതാവും, ജനങ്ങൾ ഇവിടുന്ന് വിട്ടു പോകാതാവും. അപ്പൊ ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കത്തില്ല. ഇത് നമ്മൾ പുനലൂര് ചാലിയക്കര ചെറുകടവ് അച്ചൻകോവിൽ റോഡാണ്. അച്ചൻകോവിൽ റോഡാണ്. അപ്പൊ ഇത് വളരെ മോശമാണെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ ആനവട്ട കോങ്കല്, ഇടമണ്ണ് ആ ഭാഗങ്ങളിലൊക്കെ കിടങ്ങ് നിർമ്മിച്ചു കഴിഞ്ഞു. അത് ചെറുകൊണ്ട് വളരെ വിശാലമായി നിർമ്മിച്ച ഈ കിടങ്ങ് നിങ്ങൾ നേരിട്ട് പോയി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അതാണ് കിടങ്ങ്. അടിയന്തരമായി പരിഹാരം കണ്ടെത്തി ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കോടിക്കണക്കിന് രൂപ ഇവിടെ മുടക്കി മുഴുവൻ നഷ്ടത്തിലേക്ക് പോകും. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം എന്താണോ അവിടെ എത്തിച്ചേരാനോ ഇവിടുത്തെ ജനങ്ങൾക്ക് സുഖമായി ഇവിടെ താമസിക്കാനോ കഴിയത്തില്ല. പക്ഷേ ഫോറസ്റ്റുകാരൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതവർക്ക് നടത്തിയെടുക്കാൻ കഴിയും. എത്ര കിലോമീറ്റർ ഉണ്ട് കിടങ്ങ്? കിടങ്ങ് ഇപ്പോൾ നമുക്ക് ഓലപ്പാറ വരെയാണ് ഇത് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇപ്പം നിർമ്മിച്ചിരിക്കുന്നത് ഈ ചെറുകിട ഇവിടെ നമ്മുടെ ചാലിയക്കരയിൽ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്, മാമ്പഴത്തേക്ക് അവിടെ മുതൽ ഇവിടെ വലിയകാവ് വരെ മാത്രമേ നിർമ്മിച്ചുള്ളൂ. പോയ ഒരു 3 കിലോമീറ്ററിനകത്ത് ഉള്ള നിർമ്മാണം ഇതുവരെ നടന്നിട്ടില്ല. ഇനി ഇവിടെ ആണെങ്കിൽ സെറ്റിൽമെന്റ് മേഖലയാണ്. അതായത് ഓലപ്പാറ, വലിയകാവ്, ഈ ചെറുകിട കോങ്കല് പ്രദേശങ്ങളൊക്കെ സെറ്റിൽമെന്റ് ആണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ഓലപ്പാറ. അപ്പൊ അവിടേക്ക് ഈ കിടങ്ങ് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ഒരു വാർഡിന്റെ 2/3 ഭാഗം ജനങ്ങൾ താമസിക്കുന്ന മേഖലയാണ്. വന്യമൃഗ ആക്രമണവും മനുഷ്യനും തമ്മിലുള്ള ഒരു പ്രശ്നം ഇപ്പൊ എല്ലാവരും നടക്കുന്നത്. ഇന്ന് രാവിലെ ഒരു അമ്മച്ചിയെ കാട്ടാന കൊന്നിട്ടുണ്ട്. 75 വയസ്സല്ല, വീട് ചവിട്ടി പൊളിച്ച്. അപ്പൊ വയനാടും അതുപോലെ ബത്തേരി അതുപോലെ സ്ഥലങ്ങളിലും നമ്മുടെ മിക്കവാറും ഭാഗങ്ങളില്ല, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലല്ല. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ ആനയുടെ ആക്രമണത്തിൽ? ആനയുടെ ആക്രമണത്തിൽ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്, ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ്. പക്ഷെ ഈ മൂലമണ്ണ് എന്ന് പറയുന്ന പ്രദേശം ഇന്ന് ഒരു ശകലം പോലും ആളുകൾക്ക് സ്വസ്ഥമായി നിൽക്കാനൊക്കാത്ത അവസ്ഥയിൽ എപ്പോഴും ആന അവിടെ തന്നെയാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ അപ്പുറത്തൂടെ പോകണമെന്ന് പോകുന്ന വഴിയുണ്ട്. ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ മുൻ വാർഡ് മെമ്പർ ലൈസി ഉൾപ്പെടെയുള്ള സ്ഥലം അവിടെയാണ്. അപ്പൊ അവർക്കൊക്കെ അവരുടെ കൃഷികൾ മുഴുവൻ ആന നശിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ കൃത്യമായ സമയത്ത് വന്ന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിനോ ഇവയെ ഉൾവനത്തിലേക്ക് കടത്തി വിടുന്നതിനോ ഈ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. അതിന് ഇനി ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അമ്പനാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അണ്ടറിൽ വരുന്നതാണ്. ഈ രാത്രി ആനകളോ മറ്റു കാട്ടുമൃഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വിളിച്ചാലൊക്കെ ഫോറസ്റ്റുകാർ വരാറുണ്ടോ? വിളിച്ചാൽ അവർ വരും. പക്ഷെ കിടങ്ങ് അപ്പുറത്ത് നിർമ്മിച്ചിട്ട് ആന ഇപ്പുറത്ത് എത്തി കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യാനൊക്കും? അങ്ങേ അറ്റത്ത് അപ്പുറത്തോട്ട് കഴിഞ്ഞാൽ കൊണ്ട് അവിടെ പിന്നെ മെയിൻ റോഡും വാഹനങ്ങളും പോകുന്നതുകൊണ്ട് ആനകൾ അങ്ങോട്ടും എല്ലാം നിൽക്കും. ഇപ്പൊ ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ ഇവിടെ കിടങ്ങുമായി കഴിഞ്ഞു. അപ്പൊ ജനവാസ മേഖലയിൽ മാത്രമേ ഇപ്പൊ ആനകൾക്ക് നിൽക്കാൻ കഴിയുന്നുള്ളൂ. ഇത് ഇവരുടെ ഒരു ഗൂഢാലോചനയാണിത്. കാരണം ഇവിടുന്ന് ജനത്തെ ഇറക്കി വിടാൻ എന്ത് മാർഗം ഉപയോഗിക്കാന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ കെട്ടുകെട്ടിക്കൊണ്ടുവിടുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മന്ത്രിസഭാ തലത്തിലോ തീരുമാനം ഉണ്ടായി ഇവിടെ കിടങ്ങ് നിർമ്മിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് കണ്ടപ്പോൾ ആ പ്രശ്നത്തിന് മേൽ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ആനയെ ഒഴിവാക്കാതെ ഇവിടെ ഈ കിടങ്ങ് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വന്യമൃഗങ്ങളെ ഇവിടെ തമ്പടിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, അതാണ് അവരുടെ ലക്ഷ്യം. അതാണ്. വനംവകുപ്പ് മന്ത്രിക്ക് പരാതി വല്ലതും കൊടുത്തിട്ടുണ്ടോ? വനംവകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ വനംവകുപ്പ് മന്ത്രി ഒരുതരം ജനങ്ങളെ അപഹാസ്യരാക്കുന്ന ഒരു സംസാരം സംസാരിച്ചത്. പുള്ളി പറയുന്നത്, നിങ്ങളെ ആരെ ഇറക്കി വിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയാൽ പോരായെന്ന്. അപ്പൊ ഇവിടെ ചുറ്റി കിടക്കുന്നവരെല്ലാം ഇറങ്ങിപ്പോകാൻ തയ്യാറായി. കാരണം അവർക്ക് ചുറ്റമായ ഭൂമിയുള്ളൂ, അവർക്ക് കിട്ടുന്ന ലാഭമാണ്. അപ്പൊ അതിനിടയ്ക്ക് കിടക്കുന്ന ഒരു വലിയ കർഷകൻ അവൻ എന്ത് ചെയ്യാനൊക്കും? അപ്പൊ ഗതികെട്ട് അവന്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി അവന് ഇറങ്ങി പോകാനുള്ള അവസരം ഉണ്ടാക്കും. വനമന്ത്രിയുടെ സംസാരം അങ്ങനെയാണ് കേൾക്കുന്നത്. വനത്തിന് സമീപത്ത് താമസിക്കുന്ന വനവാസികളുടെ വിഷമങ്ങളും അവരുടെ ദുരിതങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടത്. മൃഗങ്ങളും മനുഷ്യരുമായി തമ്മിലുള്ള സംഘടനകൾ ഒരുപാട് നടക്കുകയാണ്. കാരണം ഒരുപാട് മരണങ്ങൾ നടന്നിരിക്കുന്നു. അടുത്ത സമയത്ത് ഈ 1 മാസത്തിനുള്ളിൽ എത്രയോ മരണങ്ങൾ കേരളത്തിൽ വനപ്രദേശങ്ങളിൽ ആനയുടെയും കാട്ടുപോത്തിന്റെയും ആക്രമണത്തിലൊക്കെ നടന്നിരിക്കുന്നു. അതുകൊണ്ട് വനം വകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരുമൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാനിപ്പോൾ ഈ തെന്മല പഞ്ചായത്തിലെ ചെറുകടവ് വാർഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ചാലിയക്കര ചെറുകടവ്. അവിടുത്തെ ജനങ്ങളുടെ പരാതികളാണ് നമ്മൾ ഈ ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ.